അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങള് കുറെ നാളായി വീഡിയോ എടുത്തിട്ട്, അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇനിയും ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊരു വ്ലോഗാണ്. ഞങ്ങൾ റിസോർട്ടിലോട്ട് പോവാണ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇന്നലെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഇവരുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. വെക്കേഷൻ എന്ന് വെച്ചാൽ ഇനി ഒരു 10 ദിവസം അവധി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ ക്ലാസ് തുടങ്ങും. ഏപ്രിൽ മുഴുവനും ക്ലാസ്. അത് കഴിഞ്ഞിട്ട് മെയ്യിൽ ഞങ്ങൾ നാട്ടിൽ പോകും. അങ്ങനെയാണ് ഇവിടുത്തെ വെക്കേഷൻ. അങ്ങനെയാണ്, ഒരു മാസേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് റിസോർട്ടിൽ പോകണമെന്ന് പറഞ്ഞു 2 വർഷം മുമ്പല്ലേ റിസോർട്ട് ബുക്ക് ചെയ്ത് ഞാൻ എപ്പോഴും നമ്മുടെ പല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നതും ബീച്ചിൽ കളിക്കുന്നത്. അതാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ 2 വർഷം മുമ്പാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു വ്ലോഗ്, പല്ലവ ബീച്ചിൽ പോയത്. അപ്പൊ ഇപ്പൊ നമ്മള് റാഡിസൺ ബ്ലൂവിൽ പോവാണ്. അപ്പൊ പോകുന്നതിന് മുമ്പ് ശരി എന്നാ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ ഏറ്റവും വലിയ ചേഞ്ച് നിങ്ങൾക്ക് കാണുന്നത് എന്നിലായിരിക്കും. നോക്കൂ, എന്റെ 2 മക്കളും ഒരു രക്ഷയില്ല. അമ്മ സ്റ്റൈലിഷ് ഡ്രസ്സൊക്കെ ധരിക്കണോന്ന് പറഞ്ഞിട്ട് ദാണ്ട് എന്നെ ദാണ്ട് കോലം കെട്ടിച്ചേക്കുവാണ്. സ്വിമ്മിംഗ് സ്യൂട്ട് ഒക്കെ ഞാൻ പറഞ്ഞു വാങ്ങിച്ചു. കാരണം അമ്മ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങത്തേ ഇല്ല. അമ്മ ഇറങ്ങിയില്ല, അവർക്ക് ചവിട്ടി ഇറക്കും. അമ്മ പല റിസോർട്ടിൽ പോയപ്പോഴും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങില്ല. ഇപ്രാവശ്യം ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത്. അപ്പൊ എല്ലാ എന്റെ മക്കളാണ് എന്നെ ഇങ്ങനെ റെഡിയാക്കി. അങ്ങനെ ഞങ്ങള് പോവാണ്. അപ്പം ശരി, അപ്പം ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഞങ്ങള് ഇറങ്ങിയപ്പോ തന്നെ മഴയായി ഗൈസ്. പ്രകൃതി സന്തോഷിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും നേരം കറക്റ്റ് ഇറങ്ങി ഹാപ്പിനെസ്സിന് വെളി വന്നപ്പോ തന്നെ മഴ പെയ്തു. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഗൈസ്. 2 ദിവസം കൊണ്ട് ഭയങ്കര ചൂടായിരുന്നു. ചൂടെന്ന് ചൂട് ചൂടാണ്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് AC ഇട്ടിട്ട് വേർത്ത് കുളിക്കുമായിരുന്നു ഗൈസ്. ഞങ്ങൾ വീട്ടിൽ ഇരുന്നപ്പോ വെളി ഇറങ്ങിയപ്പോഴത്തേക്ക് ആഹാ. വല്ലു ക്ഷീണിച്ച വല്ലു കള്ളവർക്കം കാണണമെങ്കിൽ നോക്കിയാൽ മതി. ഇത്ര നേരം പാട്ട് പാടി ഡാൻസ് കളിച്ച ആള് കള്ളവർക്കം. നമ്മളെ ഇങ്ങോട്ട് നോക്കി. ബീച്ച പലിശന് ഉറക്കം വരുന്നോ? നമ്മളിപ്പോ എത്തും. ഇങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കഴിക്കാനായി കയറുകയാണ്. പവിക്കുട്ടിന് വിശന്ന് പൊരിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ റിസോർട്ടിലെത്തും. അപ്പോൾ നമ്മൾ റാഡിസൺ ബ്ലൂവിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ അകത്തോട്ട് കയറുവാ. വല്ലു ഹാപ്പിയാന്ന് വല്ലു? ഹാപ്പി ഫുള്ള് ഗ്രീനറി ആണല്ലോ. ഗ്രീനറി ആണല്ലോ. ഹലോ കുരിശ് വള്ളിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനകത്ത് ഷാമ്പു വരുമ്പോൾ ഷാമ്പു കളക്ട് ചെയ്ത് നമ്മളുടെ ഹെയർ തിക്കാവും. കാരണം ഞാൻ യൂട്യൂബിൽ കൂടെ കണ്ട റിയലായിട്ട് ഇത് തിക്കാവും ദൈവത്തിനറിയേ. കാലയൊക്കെ ഒന്നു പാവ, പിന്നെ കുറെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അകത്തോട്ട് പോകാം. നമുക്ക് അതാണ് ഗോതമ്പ്. ഇതിന്റെ പ്രത്യേകത ഇതിനെ നമ്മൾ ക്യാരി ചെയ്താൽ നമുക്ക് ലവും ഹാപ്പിനെസ്സും അതിനെ കെയർ ചെയ്താൽ നമുക്ക് ലവും ഹാപ്പിനെസ്സും കിട്ടുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന് പല്ല് വന്നപ്പോൾ മുതൽ അതിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുക. പല്ലു അത് പന്നലാക്കാതിരിക്കാനുള്ള ട്രിക്കാ അത്. നമ്മളിവിടെ വന്നപ്പോഴേ ഞങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്തിട്ട് പല്ലു സൂപ്പറാണോ മാല? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മാല.
പിന്നെ ഈ ബുധന്റെ കളറുള്ളത് ഞങ്ങളുടെ വീട്ടിലുണ്ട്. പിന്നെ ഇതില്ല. ഇത് ഗണപതി മലയിലിരിക്കുന്നത്. ഇത് കൊടവരം ഗണപതി. കൊടവയറൻ ഗണപതിയോ? എല്ലാത്തിലും ഉണ്ട് ഗണപതിക്ക് വലിയ വയറ്. അങ്ങനെ പറയരുത്. അങ്ങനെ പണ്ട് ചന്ദ്രൻ കളിയാക്കിയാണ് ഗണപതി ശപിച്ചത്. അറിയത്തില്ലേ? ഇങ്ങനെ ഗണപതി വയറ് നിറച്ച് ആഹാരവും കഴിച്ചിട്ട് വന്നപ്പോൾ ചന്ദ്രൻ ആകാശത്ത് നിന്ന് ചിരിച്ച് ഗണപതിയെ. ഇപ്പോൾ അങ്ങനെ ശപിച്ച്. ഇത് കാളയടിയത് പശുവല്ല. നാഡിസൺ ബ്ലൂ സൂപ്പറായിട്ടുണ്ട്. ഇതിൻ്റെ നമ്മളിങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്ത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. കൊള്ളാമുണ്ട്, നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ അകത്തോട്ടൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പതിയെ നോക്കാം. ഇവിടെ ഫുൾ ഇങ്ങനത്തെ ആൻറ്റിക് സാധനങ്ങളാണ്. എന്ത് ഭംഗിയെല്ലാം കാണാൻ. പലതരത്തിലുള്ള ബുദ്ധന്റെ മുട്ട. മാറടാ, ബുധനല്ലടാ, ബുദ്ധനാടാ. ആക്ച്വലി ഇത് നമ്മളൊരു പ്രൈവറ്റ് വില്ല വിത്ത് പൂളാണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പൂളിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാത്രിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പ്രൈവറ്റ് ആകുമ്പോൾ. അപ്പം ശരിക്കും എന്താ പറയുന്നത്, നമുക്ക് ഒരു പുതിയൊരു എക്സ്പീരിയൻസ്, നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ വേറെടുത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു രസമുണ്ട്. അപ്പോൾ പലരും ഭയങ്കര സമാധാനം, വീട്ടിൽ സമാധാനം ഇല്ലായിരുന്നു കുഞ്ഞിന്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഏരിയ നമുക്ക് ഇരിക്കാനും, നമുക്ക് തമാശയൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സൊക്കെ കൂടെ വരുവാണെങ്കിൽ അങ്ങനെ ഇരിക്കാനും, നമുക്ക് കുറേ ഐറ്റംസ് ഒക്കെ കഴിക്കണം വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് എപ്പോഴെങ്കിലും ചായ കുടിക്കണോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ടോയ്ലറ്റ് ആണ്. പൂള് കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് തുറന്ന് ഇതാണ് നമ്മുടെ പൂൾ. സൂപ്പർ കൂൾ. പല്ലൊരു പൂള് ക്ഷീണിച്ച് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമാണ് രണ്ടുപേർക്കും. അപ്പോൾ ഇതാണ് പൂള്. ഈ പറയുന്ന പോലെ ബാക്കി നമുക്ക് അല്ലാത്ത പൂളാണെന്നുണ്ടെങ്കിൽ 6 o'clock വരെയുള്ള അവിടെ ടൈമിങ്. ഇതാകുമ്പോൾ നമുക്ക് രാത്രിയിലും പിള്ളേർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് യൂസ് ചെയ്യാം. ഫാമിലിക്കൊക്കെ വരുമ്പോൾ എല്ലാവർക്കും കൂടി ഇരുന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും രാത്രിയിൽ. പണ്ടത്തെ മച്ചൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇനി ഇത് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ബെഡ്റൂമാണ്. പല്ലു നിലത്തൊന്നുമല്ല, പല്ലു ഭയങ്കര
പല്ലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് പല്ലു ഭയങ്കര സന്തോഷമായി. പല്ലുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പല്ലു ഒത്തിരി നാളുകൊണ്ട് പറയുന്നത്. ഈ തുറക്കാൻ നല്ല പാടുണ്ട്. ഇത് ബാത്ടബ്. ഇപ്പൊ ബാത്ടബിൽ കുളിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ആളുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ കുളിക്കാൻ ഇപ്പം നമ്മൾ ബീച്ചിലോട്ട് പോവുക. ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ഹൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയി കുടിച്ച് എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. കണ്ടോ ആ കറക്റ്റ് തെങ്ങിന്റെ കലയുടെ കൊണ്ടെങ്കിൽ ഇത് കണ്ടോ, ഫുള്ള് നാരങ്ങ വയ്ക്കുന്നുണ്ടോ? നാളെ രാവിലെ പോകും. വീട്ടിൽ പോയിട്ട് മാറി സ്വിമ്മിംഗ് പൂൾ. നാളെ രാവിലെ
സൺറൈസ് കാണാൻ പോവാണ്. ഗൂഗിൾ പറഞ്ഞേക്കുന്നത് 6:10. ഞങ്ങൾ എന്തായാലും പോയി നോക്കട്ടെ. ഇവിടെ കടൽ തീരത്ത് ഒരു സ്പോട്ട് ഉണ്ട്, അവിടെ പോയി നോക്കാം. പൗത്രം പല്ലവിയും കണ്ടിട്ടില്ല, സൂര്യൻ വരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആഹാരങ്ങൾ കണ്ടിട്ട് തന്നെ എൻ്റെ വയറ് നിറഞ്ഞ് എനിക്കൊന്നും തിന്നാൻ പറ്റുന്നില്ല. ഇവിടെ കണ്ട് പവിത്രയും പല്ലവി, ഇവിടെ പൗത്രമോള് നിറഞ്ഞിട്ട് വയ്യ അനങ്ങാണ്. എനിക്കറിയില്ല എന്തൊക്കെയാണ് കഴിച്ചതെന്ന്. കുറേ പല്ലുവിൻ്റെ പിന്നെ പ്ലേറ്റ് കാലിയായി. അവിടെ ബൊഫേ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇഷ്ടം പോലെ ഐറ്റംസാണ്. പൗത്രയും പല്ലവിയും നടന്നു പോവാൻ വയ്യ, അങ്ങോട്ട് ക്ഷീണിച്ചു പോയി. കഴിച്ച് ക്ഷീണിച്ചതാ. ഇനി ഡ്രൈവറെ ഇപ്പോൾ വരും, റൂമിൽ കൊണ്ടുപോകും. ആ പല്ല് ഹായ്. അപ്പം നമ്മൾ ഇവിടുന്ന് പോകാനൊക്കെ തുടങ്ങുവാണ്. അതാണ് രണ്ടുപേരുടെ മുഖത്ത് ഭയങ്കര സങ്കടം. രണ്ടുപേർക്കും വെള്ളത്തിലൊക്കെ പോയി ഇനി കളിക്കണമെന്നാണ് ആഗ്രഹം. എന്തായാലും നമ്മൾ വന്ന് അടിപൊളിയായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്, പറയാതിരിക്കാൻ വയ്യ.
ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്ന എല്ലാവരും നമ്മളോട് നല്ല എന്താ പറയുക സർവീസാണ് ഇവിടുത്തെ. പിന്നെ പൂളിൽ ഇൻഫിനിറ്റി പൂളിൽ പോയി ഇറങ്ങി. പിന്നെ പ്രൈവറ്റ് പൂള് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി മുഴുവൻ അതിനകത്തായിരുന്നു. ഇന്ന് രാവിലെ മുഴുവൻ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വന്ന് അവിടെ ആയിരുന്നു. പിന്നെ അതിരാവിലെ എഴുന്നേറ്റ് 6:10 ഇന്ന് സൺറൈസ്. 6:10, 12 ഒക്കെ ആയപ്പോൾ സൺറൈസ് കണ്ടു. ഭയങ്കര സന്തോഷമായി രണ്ടുപേർക്കും. ആദ്യമായിട്ടാണ് കണ്ടത്. പിന്നെ എന്താ പറയുന്നത്, ഇവിടെ ഇഷ്ടംപോലെ ഗ്രീനി ആയിട്ടെല്ലാം നിൽക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് നമുക്ക് നടക്കാനും കാണാനും. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. വലിയ ഭൂമി സൂപ്പർ ആയിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ്, ഇഷ്ടംപോലെ നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സ്വീറ്റ്സിനകത്ത് ആ ഗുലാബ് ജാമായിരുന്നു. പിന്നെ എല്ലാം നമ്മുടെ ഈ ഹണി കോമ്പ് അത് ഫുള്ളിങ്ങനെ വെട്ടി നമ്മളിങ്ങനെ കഴിക്കത്തില്ല, പണ്ടൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ അതേപോലെ തന്നെ അവർ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ എന്ത് പറയുന്നത്, സൂപ്പറായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാം കഴിക്കാൻ. നല്ല അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്ത്. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊരു ചിന്തയിലായിരുന്നല്ലോ വരുന്നത്. പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാം, നമ്മുടെ സമയമായി. അപ്പോൾ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ വരാൻ പറ്റുമെങ്കിൽ വരിക. റാഡിസൺ ബ്ലൂ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു, സൂപ്പറായിരുന്നു.